നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇതില്ലാതെ നിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിനക്കാവോ ഇല്ലയോന്ന്. അപ്പോഴും നിന്നെ ധനുഷിന്റെ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിനക്കിവിടെ വരാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിനക്കിതെടുക്കാം. അവനോടൊപ്പമുള്ള നല്ലൊരു ജീവിതം, അത് സ്വപ്നം കണ്ടല്ലേ ഞാൻ ജീവിച്ചത്. എങ്ങനെയുള്ളവനായാലും അവന് ഞാൻ മനസ്സിൽ കൊണ്ട് നടന്നതല്ലേ. എത്രയൊക്കെ മറക്കാൻ ശ്രമിച്ചിട്ടും മനസ്സിന്ന് മായുന്നില്ല അവനും അവന്റെ ഓർമ്മകളും. ഒന്നും ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണടച്ച അവന്റെ മുഖം മുന്നില്. എനിക്ക് ഉറപ്പാ, ഇങ്ങനെ പോയ എനിക്ക് ഭ്രാന്ത് പിടിക്കും. മരിക്കാൻ പേടിയായോണ്ട. അല്ലായിരുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്ത് ഈ ജീവിതം ഒന്ന് അവസാനിപ്പിച്ചേനെ. എനിക്കറിയാം നീ ഏതവസ്ഥയിലാണുള്ളതെന്ന്. അത്രമേൽ ഇഷ്ടപ്പെട്ട ഒരാൾ കൺമുന്നിൽ നഷ്ടപ്പെട്ടു എന്ന് വരുമ്പോ ഹൃദയം നുറങ്ങിപ്പോവും നമ്മുടെ. ചില സമയങ്ങളിലെങ്കിലും നിസ്സഹായരായി പോവും നമ്മള്. അവനെ നമുക്ക് കിട്ടാൻ എന്തു വഴിയും സ്വീകരിച്ചു എന്നിരിക്കും. അതാ ഈ പ്രേമത്തിന്റെ ഒരു കുഴപ്പം. അത് ആദ്യത്തേത് കൂടിയാണെങ്കിൽ വേദന വളരെ കൂടുതലുമായിരിക്കും. അതാ മോൾക്കിപ്പോ ഈ അവസ്ഥ വന്നത്. ഒന്നുറങ്ങാൻ, ശാന്തമായിട്ടൊന്നിരിക്കാൻ ഓർമ്മകൾ നമ്മളെ സമ്മതിക്കില്ല. അപ്പൊ അതുമായി പൊരുത്തപ്പെടാൻ പല വഴികളും നമ്മൾ തിരഞ്ഞെടുക്കും. അതില് നല്ലതും മോശമൊന്നും നോക്കാതിരുന്ന മാത്രം മതി. ഇപ്പോ നിനക്കാവശ്യം എന്റെ സാന്ത്വന വാക്കുകളൊന്നും അല്ല. ഞാൻ എന്തു പറഞ്ഞാലും നിനക്ക് സമാധാനം ആവുകയില്ല. പക്ഷേ ഏടത്തേക്ക് നിന്നെ അങ്ങനെ കളയാൻ പറ്റില്ലല്ലോ. പ്രേമത്തിന്റെ കാര്യത്തിലല്ലെങ്കിലും ഇത്തരം അവസ്ഥയിലാവുമ്പോഴൊക്കെ ഏടത്തെ അഭയം പ്രാപിക്കുന്നത് ഇതിലാ. അപ്പോഴൊക്കെ മറ്റാർക്കും തരാൻ കഴിയാത്തൊരു സമാധാനം ഇതെനിക്ക് തന്നിട്ടുണ്ട്. ഒന്നും ആലോചിക്കാതെ എല്ലാം മറന്നുറങ്ങാൻ നിന്നെ ഇത് സഹായിക്കും. ഏത് ഭ്രാന്തും മാറ്റുന്ന ഔഷധാ മോളെ ഇത്. നിന്റെ ഈ അവസ്ഥ മറികടക്കാൻ ഇത് നിന്നെ സഹായിക്കും. ഒരിക്കലും നിന്നെ ഞാൻ നിർബന്ധിക്കില്ല. പക്ഷേ നിന്റെ ഈ അവസ്ഥയ്ക്ക് മാറ്റം വരുന്നുള്ള ഉറപ്പ് എടുത്തി തരാം. നീ റൂമിലേക്ക് ചെല്ല്, എന്നിട്ട് ആലോചിക്ക. ഇതില്ലാതെ നിന്റെ പ്രശ്നങ്ങളെ തരണം ചെയ്യാൻ നിനക്കാവോ ഇല്ലയോന്ന്. അപ്പോഴും നിന്നെ ധനുഷിന്റെ ഓർമ്മകൾ വേട്ടയാടുന്നുണ്ടെങ്കിൽ നിനക്കിവിടെ വരാം. അനുവാദത്തിന് കാത്തു നിൽക്കാതെ നിനക്കിതെടുക്കാം. നീ ചെല്ല്.
ഏതൊക്കെ എടുക്കാം സച്ചേട്ടാ? തനിക്ക് ഇഷ്ടമുള്ളതൊക്കെ എടുത്തോ. ഉം? ആ ഇത് കൊള്ളാല്ലേ സച്ചേട്ടാ? സൂപ്പർ. അതെന്തിനാ രണ്ടെണ്ണം? രണ്ടും ഒരുപോലത്തെ അല്ലേ? ഇത് നമ്മുടെ മോക്കും ഇത് ശിവരാമേട്ടന്റെ മോക്കും. നമ്മുടെ മോളും ആ മോളും ഒരു ദിവസം ജനിച്ചത്. ഇതുപോലുള്ള കളിപ്പാട്ടങ്ങളൊക്കെ വാങ്ങാൻ ശിവരാമേട്ടന്റെ കയ്യിൽ പൈസ ഉണ്ടാവില്ല. നമ്മുടെ മോൾ ഇതൊക്കെ വെച്ച് കളിക്കുന്ന കാണുമ്പോൾ അദ്ദേഹത്തിന് വിഷമമായിന്ന് വരും. അതുകൊണ്ട് ആ മോൾക്കും നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം. ആയിക്കോട്ടെ. അതുകൊണ്ട് ഇനിയല്ല രണ്ടെണ്ണം എടുത്തോ. സച്ചേട്ടാ വാ തുറക്ക്. ആ ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.